വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും സീസൺ 3 ഇത്രത്തോളം വൈകാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം സീസൺ 2 അവസാനിച്ച് ഓൾമോസ്റ്റ് 4 മാസം പിന്നിടുകയാണ്. ഇതുവരെ തന്നെ സീസൺ 3ൻ്റെ ഒരു അപ്ഡേറ്റും ഒഫീഷ്യലായിട്ട് ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തു നിന്നോ ഉപ്പും മുളകും ടീമിൻ്റെ ഭാഗത്തു നിന്നോ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നീല് മാത്രം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസൺ 3 വരും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട് എന്ന രീതിക്ക്. ഇപ്പോൾ എപ്പോഴാണ് വരുന്നതെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ജൂൺ ലാസ്റ്റാണ് നമുക്ക് കിട്ടിയ ആൻസർ. ജൂൺ ലാസ്റ്റ് ഷൂട്ടിംഗ് തുടങ്ങും, ജൂലൈ ഫസ്റ്റ് വീക്കൊക്കെ എപ്പിസോഡുകൾ വരും എന്നുള്ള രീതിക്ക്. അപ്പോൾ അത് ഇനിയും വൈകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സീസൺ 3 ഇത്രത്തോളം വൈകാനുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രത്തോളം വൈകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളും സീസൺ 2 അവസാനിച്ച ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ചാനലിൻ്റെ ഭാഗത്ത് നിന്നിട്ടോ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്നിട്ടോ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു സീസൺ 3യെക്കുറിച്ചൊന്നും. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും പുതിയ പ്രൊജക്ട്സിൽ കമ്മിറ്റ് ആവുകയാണ് ഉണ്ടായത്. എല്ലാവരും മീൻസ് ബാലും നീലും ബാക്കി ആരും അത്രത്തോളം പ്രൊജക്റ്റിൽ കമ്മിറ്റ് ആയിട്ടില്ല. ലച്ചുവൊക്കെ യാത്രയിലാണ്. കേശു മീൻസ് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് അതിനെ പോകുന്നു. പിന്നെ സുരേന്ദ്രൻ എന്നൊരു കഥാപാത്രം, ശങ്കരണ്ണനും ലേഡീസ് റൂം എന്ന പുതിയൊരു സിറ്റ്കോമിൽ, അതായത് രാജേഷ് തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന പുതിയ സിറ്റ്കോമിൽ ഒരു ഭാഗമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാലുവും നീലും മെയിൻ ലീഡായിട്ട്, ഇപ്പോൾ മുളകിൻ്റെ മെയിൻ ലീഡായിട്ടുള്ള ബാലുവും നീലും പുതിയൊരു പരിപാടിയിലോട്ട് പോയതാണ് ഇത്രത്തോളം ഡിലേക്കുള്ള റീസൺ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വാർത്തകൾ തന്നെയാണ്. അവരുടെ ഡേറ്റ് ഇപ്പോൾ താൽക്കാലികമായിട്ട് കിട്ടിയിട്ടില്ല എന്ന്. നമുക്കറിയാം സർവകലാവല്ലഭ കലാശാല എന്ന പുതിയൊരു വെബ് സീരീസ് റിലീസായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യ എപ്പിസോഡ് റിലീസാക്കി വൻ റെസ്പോൺസാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങും ഭാഗമായിട്ട് ആ ഒരു പ്രൊജക്റ്റിൽ ഇപ്പോൾ ഇവർ കമ്മിറ്റായി അതിൻ്റെ കാര്യത്തിൽ ബിസി ആയതുകൊണ്ടാണ് ഇപ്പോൾ മുളകും സീസൺ 3 ഇത്രത്തോളം വൈകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് തന്നെയാണ് സീസൺ 3 വൈകാനുള്ള ഏറ്റവും മേജർ റീസൺ. ഇനി അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് ആ ഷൂട്ടിംഗ് അവസാനിച്ച് ഫുള്ളായിട്ട് റാപ്പ് ചെയ്ത് ശേഷമേ സീസൺ 3യിലേക്ക് ഇവർ കടക്കത്തുള്ളൂ. ഒരു ലോങ് വെബ് സീരീസ് ആയിട്ടായിരുന്നു ഇവർ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സീസൺ 3യുടെ വിളി വന്നപ്പോഴാണ് അത് ചുരുക്കാൻ തീരുമാനിച്ചതെന്നാണ് നമുക്ക് തോന്നുന്നത്. ആദ്യം തീരുമാനിച്ചത്രയ്ക്കുള്ള ഒരു ലോങ് എപ്പിസോഡുകളൊന്നും, അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ആയിട്ട് പോകുന്ന എപ്പിസോഡുകളൊന്നും ഇനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവരൊരു നല്ലൊരു കൺക്ലൂഷൻ കൊടുത്ത് ആ സ്റ്റോറിയിലേക്ക് കിടന്ന് അതിനൊരു എൻഡിങ് കൊടുത്തിട്ട് അവസാനിപ്പിക്കാനായിരിക്കും ചാൻസ്. അതിൻ്റെ ഷൂട്ടിങ്ങിലൊക്കെയാണ് ഇപ്പോൾ ഇവർ ബിസി ആയിരിക്കുന്നത്. അതായത് അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് എപ്പിസോഡുകൾ റിലീസാകും. പക്ഷേ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ ഇപ്പോൾ മുളം സീസൺ 3ൻ്റെ സെറ്റിലേക്ക് ജോയിൻ ചെയ്യും. വേറൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലെങ്കിൽ, അതായത് വേറെ സിനിമേൻ്റെ വേറെ ഒന്നും ഡേറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇതിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് കൺഫേമാണ്. അതായത് നമുക്കൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കാം. നിങ്ങൾ സീസൺ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കഥാപാത്രം ഏതാണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.